സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ ജീവിതത്തിൽ പല ടഫ് ആൾക്കാരെ നേരിടേണ്ടി വന്നേക്കാം. അത് നമ്മുടെ ജോലി സ്ഥലത്തായിരിക്കും, നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കാം. ഇവരെ എങ്ങനെ നേരിടും എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. എൻ്റെ അടുത്ത ഒരു സുഹൃത്തിൻ്റെ വാർഡിൽ ടഫ് മാനേജറാണ്. അവരൊരു മെറ്റേണിറ്റി ലീവിനായിട്ട് പോയി. അപ്പോൾ തിരിച്ചവർ വരുമോ വരില്ലയോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്ത് അവർ വരാതിരിക്കാൻ വേണ്ടി മെഴുകുതിരി കത്തിക്കുകയും പ്രാർത്ഥിക്കുകയും നേർച്ചയിടുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇത് മുടിഞ്ഞു പോകണമെന്നൊന്നും ഉദ്ദേശിച്ചല്ല കേട്ടോ, അവർക്ക് വേറെ എവിടെയെങ്കിലും ഒരു നല്ല ജോലി കിട്ടണേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് അവർക്ക് അവിടെ ആ വാർഡിൽ ടെമ്പററി ആയിട്ട് വേറൊരു മാനേജർ വന്നു. അവരാണെങ്കിൽ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെയുള്ള സ്റ്റാഫിനോടൊപ്പം പ്രശ്നങ്ങൾക്ക് ഒപ്പം ജോലിക്കൊപ്പം ഒരുമിച്ച് നിൽക്കുന്ന ഒരു നല്ല ഒരു ലീഡറാണ്. അപ്പോൾ അവർ പോകരുതെന്നും എൻ്റെ സുഹൃത്ത് പ്രാർത്ഥിച്ചു. പക്ഷേ നിർഭാഗ്യവശാലോ പഴയ ടഫ് മാനേജർ തിരിച്ചു വന്നു. സാലറി കൂടുതൽ കിട്ടിയാലും കുറച്ച് കിട്ടിയാലും ഒക്കെ നമ്മൾ ഈ സംതൃപ്തമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ ചിലയിടത്ത് നമുക്ക് ഈ സാലറിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല. ഇതുപോലെ ചില ടഫ് ആൾക്കാരായിരിക്കും നമ്മുടെ പ്രശ്നം. ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പണിഷ്മെൻറ്റിനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റ് ഈ മാനേജരെ ശരിയാക്കാമെന്ന് എനിക്ക് എന്തെങ്കിലും പണിഷ്മെൻറ്റ് കിട്ടുമോ എന്നുള്ള രീതിയിൽ ജോലി ചെയ്യാതെ ജോലി പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ചെയ്യുക എന്നുള്ളതാണ്. ജോലിയിൽ പൂർണ്ണമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മുടെ പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക, അവരുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുമ്പോൾ അത് നമുക്ക് ഒന്നാമതായിരിക്കുമ്പോൾ ഈ മാനേജറെ പറ്റിയുള്ള ഓർത്തുള്ള ടെൻഷനൊക്കെ നമ്മളങ്ങ് മറക്കും. ഇത്രയും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തിട്ട് പോലും ഇവരത് കാണുന്നില്ലല്ലോ, ഒരു കൺസിഡറേഷൻ തരുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു പോകും. അപ്പോൾ അതിനൊരു മറുമരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരാവശ്യമില്ലാതെ ഇവർ നമ്മളെ ചീത്ത പറയുമ്പോഴത്തേക്ക് നമുക്കിവരെ ഒരു സഹാനുഭൂതിയോടുകൂടി നോക്കാം. ഇത്രയൊക്കെ വിദ്യാഭ്യാസവും വിവരമൊക്കെ ഉണ്ടായിട്ടും ഇവർക്ക് നന്മതിന്മകളെ വിവേചിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, അവരുടെ എന്തോ ഒരു പ്രശ്നമാണ് അവരെ കൊണ്ട് ഇങ്ങനെ എപ്പോഴും ടഫായിട്ട് മുഷിപ്പിച്ച് സംസാരിക്കുന്നത് എന്നുള്ളൊരു സഹതാപത്തോടെ അവരെ കേൾക്കുമ്പോൾ ഈ വിഷയങ്ങൾ നമ്മുടെ ബ്രെയിനെ ഇവർ നമ്മളെയാണല്ലോ ഈ പറയുന്നത്, അല്ലെങ്കിൽ നമ്മളിത്ര കുറ്റക്കാരിയായിട്ടാണല്ലോ തെറ്റുകാരിയായിട്ടാണല്ലോ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത് എന്നുള്ളൊരു ഫീലിങ്സ് തോന്നത്തില്ല. നമ്മൾ തിരുത്തേണ്ട വിമർശനങ്ങളാണ് അവർ പറയുന്നതെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളുകയും ചെയ്യാം. നമ്മൾ തീർത്തും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളാണ് നമുക്കുണ്ടാവുന്നതെങ്കിൽ, അത്രമാത്രം തിക്താനുഭവങ്ങളാണ് നമുക്കുണ്ടാവുന്നതെങ്കിൽ മറ്റൊരു വാർഡ് ചൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. അത്രമാത്രം ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്ത അവസരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു UK ഒരു നേഴ്സിൻ്റെ കാര്യം തന്നെ, അവരെ നിരന്തരമായി വർഗീയമായി അധിക്ഷേപിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ഇതിനൊക്കെ നല്ല ശിക്ഷ കിട്ടും. നല്ലൊരു സോളിസിറ്ററിൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആ മാനേജറിൻ്റെ ജോലി തന്നെ പോയൊരു സാഹചര്യമുണ്ടായി. അതൊക്കെ വളരെ സിവിയർ കേസുകളിലൊക്കെ മാത്രം നമുക്ക് അങ്ങനെ പോലും ഒരുപക്ഷെ നേരിടാനായിട്ട് സാധിക്കും. നിസ്സാര ടെൻഷൻ തരുന്ന മാനേജറായിരിക്കും അവിടെ നമുക്ക് ജോലിയിൽ നമുക്ക് പിടിച്ചു നിന്നേ പറ്റുള്ളായിരിക്കും. പക്ഷേ നമ്മൾ അനാവശ്യമായിട്ട് ഒരുപാട് ടെൻഷൻ അടിച്ചു കൂട്ടുകയും അവരെ നമുക്ക് നേരിൽ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ധൈര്യക്കുറവും നമ്മുടെ മനസ്സിനും സിറ്റുവേഷനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളും ഒക്കെയാണ്. ദിവസേന കുറച്ച് എക്സസൈസുകൾ, ഇപ്പോൾ യോഗ പരിശീലിക്കാം, പിന്നെ ജിമ്മിന് പോകാം. നമുക്ക് അവധിയുള്ള ദിവസങ്ങളിലൊക്കെ മാത്രം നമ്മുടെ മനസ്സിനെ ശരീരത്തെ എപ്പോഴും കരുത്തായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ വെറുതെ മനസ്സിൽ ചിന്തിച്ചു കൂട്ടുന്ന വലിയ പ്രശ്നങ്ങളായിട്ട് കരുതുന്നതൊക്കെ വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്ത് നമുക്ക് ഹാപ്പിയായിട്ട് ജീവിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു പോസിറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.